അതേപോലെ മരീചികയ്ക്ക് കാരണമാവുന്നത് പൂർണ്ണാന്തര പ്രതിപതനം. അവിടെ ഒരു അഡീഷൻ കൂടെ നമ്മൾ നടത്തുന്നു. മരീചിക പറയുമ്പോൾ മരീചികയ്ക്ക് കാരണം അപവർത്തനവും ഉണ്ട്, പൂർണ്ണാന്തര പ്രതിപതനവും ഉണ്ട്. അപ്പോൾ എക്സാക്റ്റ് ഒറ്റ ഓപ്ഷനായിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ ഏതെടുക്കുക? ഹലോ, നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് തൊട്ടു മുമ്പ് നടന്ന LDC തിരുവനന്തപുരം വാരിയസ് ക്ലർക്ക് എക്സാമിൻ്റെ ആദ്യഘട്ട പരീക്ഷയുടെ ചോദ്യപേപ്പർ അനാലിസിസിൻ്റെ ഫിസിക്സ് ചോദ്യപേപ്പർ അനാലിസിസിൻ്റെ സെഷനിലേക്ക് സ്വാഗതം. അങ്ങേയറ്റം ആത്മസംതൃപ്തി നിറഞ്ഞ വളരെയധികം സന്തോഷത്തോടു കൂടെയുള്ള ഒരു സെഷനാണ് ഇത്. നമ്മൾ ഈ PSC ഡിസ്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ PSC പഠിപ്പിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം, നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന, നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ചോദ്യങ്ങൾ ചോദ്യപേപ്പറിൽ വരികയും ആ ചോദ്യപേപ്പർ വെച്ച് വളരെ ശരിയുത്തരം എഴുതിയിട്ട് മാർക്ക് കിട്ടി എന്നുള്ള സന്തോഷം പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഉദ്യോഗാർത്ഥികൾ പങ്കുവയ്ക്കുകയും ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സംതൃപ്തിയും സന്തോഷവും ഒക്കെ കിട്ടുന്നത്, ഏറ്റവും കൂടുതൽ അഭിമാനം കിട്ടുന്നത്. അങ്ങനെ ഒരു എക്സാം ആയിരുന്നു കഴിഞ്ഞു പോയത്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ, എക്സാക്ട്ലി നമ്മൾ പറഞ്ഞതുപോലെ തന്നെയുള്ള ചോദ്യങ്ങൾ ചോദ്യപേപ്പറിൽ വന്നു. ഫിസിക്സ്, പ്രത്യേകിച്ച് സയൻസ്, ആരെയും ഒട്ടും കുഴപ്പിച്ചില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ അടുത്ത ഘട്ട പരീക്ഷകൾ എഴുതാൻ പോകുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കായിട്ട് നിലവിൽ വന്ന ഈ 3 ചോദ്യങ്ങൾ, ഫിസിക്സിൽ നിന്ന് നമ്മൾ പറഞ്ഞിരുന്ന പോലെ, പ്രതീക്ഷിച്ചിരുന്നത് പോലെ, സിലബസിൽ ഉണ്ടായിരുന്നത് പോലെ തന്നെ 3 ചോദ്യങ്ങളാണ്. ആ 3 ചോദ്യങ്ങൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ആ ചോദ്യങ്ങളും ആ ചോദ്യം വന്നത് ഏത് ഭാഗത്ത് നിന്നാണ്, അതുപോലെ ആ ചോദ്യത്തിൻ്റെ അനുബന്ധ വിവരങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയവ ഇനി പരീക്ഷ എഴുതാൻ പോകുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് സഹായകരമാവാൻ വേണ്ടി നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. എൻ്റെ പേര് സന്തോഷ് സേതുമാധവൻ. എൻട്രിക്ക് വേണ്ടി വളരെയധികം സന്തോഷത്തോടെ, ആത്മസംതൃപ്തിയോടെ ആദ്യത്തെ LD ക്ലർക്ക് എക്സാമിൻ്റെ ആദ്യഘട്ട എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സ്വാഗതം. നോക്കൂ, ഫിസിക്സിൽ നിന്ന് വന്നത് 3 ചോദ്യങ്ങൾ. ചോദ്യം 42, 43, 44. ഇത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് A ആണ്. അത് മറ്റ് കോഡുകൾക്ക് വ്യത്യാസമുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. 3 ചോദ്യങ്ങൾ ഇവയൊക്കെയാണ്. എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും ഇതിനകം തന്നെ ഇവ കണ്ടിട്ടുണ്ടാവും. ഈ 3 ചോദ്യങ്ങൾ. ആദ്യത്തെ ചോദ്യം വന്നിരിക്കുന്നത് പ്രവൃത്തി, ഊർജം, പവർ എന്ന് പറയുന്ന ഒരുപാട് തവണ നമ്മൾ ഡിസ്കസ് ചെയ്ത ഭാഗത്ത് നിന്ന് ഫിസിക്സിൻ്റെ. രണ്ടാമത്തെ ചോദ്യം വന്നിരിക്കുന്നത്, നമ്മളെപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഓരോ റിവിഷനിലും നമ്മൾ എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്, 3 ചോദ്യത്തിൽ 1 പ്രകാശത്തിൽ നിന്നായിരിക്കും. ബാക്കി എവിടെ നിന്ന് വന്നാലും 3 ചോദ്യത്തിൽ 1 പ്രകാശത്തെ സംബന്ധിച്ചായിരിക്കും. പ്രകാശത്തെ സംബന്ധിച്ച രണ്ടാമത്തെ ചോദ്യം. 43ാമത്തെ ചോദ്യം പ്രകാശ പ്രതിഭാസങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് ആവർത്തിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത ചോദ്യം. 3ാമത്തെ ചോദ്യം നോക്കൂ, വന്നിരിക്കുന്നത് അതേപോലെ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗത്ത് നിന്ന്, താപവും താപനിലയും എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന്. അതും താപനിലയിലെ വ്യത്യസ്ത സ്കെയിലുകളിൽ, ഡിഗ്രി സെൽഷ്യസ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും തമ്മിലുള്ള കൺവേർഷൻ, അളവുകളിലെ ഒന്നിനെ മറ്റൊന്നിലേക്ക് മാറ്റുന്ന ആ ഒരു സ്പെസിഫിക് ചോദ്യം, കൃത്യമായിട്ട് പറഞ്ഞ അതേ ചോദ്യമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് 3-4 ഘട്ടങ്ങളിൽ ഡിസ്കസ് ചെയ്ത ഭാഗങ്ങളാണ്, എടുത്തെടുത്ത് ഡിസ്കസ് ചെയ്ത ഭാഗങ്ങളാണ്. ആദ്യത്തെ റെക്കോർഡഡ് സെഷൻസ് ആയാലും, പിന്നീടുള്ള ഗോൾഡ് ബാച്ചിൻ്റെ റിവിഷൻ സെഷൻസ് ആയാലും, പിന്നീട് ബ്ലൂ പ്രിൻ്റ് റിവിഷൻ സെഷൻ ആയാലും, നോർമൽ റിവിഷൻ സെഷൻ ആയാലും 3-4 തവണ ഡിസ്കസ് ചെയ്തപ്പോഴൊക്കെ വീണ്ടും ആവർത്തിച്ച് പറഞ്ഞ അതേ ചോദ്യങ്ങൾ അതുപോലെ വന്നിരിക്കുകയാണ് എന്ന സംതൃപ്തിയോടെ. അപ്പോൾ ഇത് എഴുതി കഴിഞ്ഞ ആളുകളെല്ലാം സ്കോർ ചെയ്തു എന്നാണ് വിശ്വാസം. സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ ചാറ്റ് ബോക്സിൽ ആ സന്തോഷം രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് സന്തോഷിക്കാം. അതേപോലെ ഇനി എക്സാം എഴുതാൻ പോകുന്ന ആളുകൾ അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട്, ഈ ചോദ്യം വന്ന ഏരിയ മനസ്സിലാക്കി ഒന്നുകൂടെ ആ ഭാഗങ്ങളൊക്കെ റിവൈസ് ചെയ്ത് പഠിച്ചാൽ നന്നായിരിക്കും. അപ്പോൾ നമ്മൾ വെറുതെ പറയുമല്ല, നമ്മളിത് ഡിസ്കസ് ചെയ്തു എന്നുള്ളത് നമ്മൾ വെറുതെ ഒരു പ്രഖ്യാപനം നടത്തുമല്ല, ഒരു അവകാശവാദം ഉന്നയിക്കുകയൊന്നുമല്ല. ഇത് എവിടെ നിന്ന് വന്നു എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ തീർച്ചയായിട്ടും എൻട്രിക്ക് ഉത്തരവാദിത്തമുണ്ട്, എനിക്ക് ഉത്തരവാദിത്തമുണ്ട്. നമുക്കതിലേക്ക് കിടക്കുമ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ, 1 മീറ്റർ ഉയരത്തിലുള്ള മേശപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന 0.2 കിലോഗ്രാം മാസുള്ള ഒരു ബോക്സിൻ്റെ സ്ഥിതികോർജം എത്രയായിരിക്കും? പ്രവൃത്തി, പവർ, ഊർജം എന്ന ഭാഗത്ത് നിന്ന് സ്ഥിതികോർജവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം. ചോദ്യം വളരെ സിമ്പിളാണ്. ഉത്തരത്തിലെത്തുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. ഈ ചോദ്യം വന്നിരിക്കുന്നത്, അതിൽ തന്നെ കൃത്യമായിട്ട് പറയട്ടെ, ഈ ചോദ്യം വന്നിരിക്കുന്നത് SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഡയറക്റ്റ് ആണ്. നമ്മൾ
ലൈവ് സെഷനിൽ ഉൾപ്പെടെ ടെക്സ്റ്റ് ബുക്ക് അതേപോലെ എടുത്ത് ഡിസ്കസ് ചെയ്ത ഭാഗങ്ങളിൽ നിന്ന് വന്ന ചോദ്യമാണ്. പലവട്ടം ആവർത്തിച്ച് റിവിഷനിലുമൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു ചോദ്യമാണ്. ഈ ചോദ്യമോ ഇതേപോലെ ഇതിൽ ചില വാല്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റമുണ്ടാവാം എന്നതിനപ്പുറത്തേക്ക് ഇതേ രീതിയിലുള്ള ചോദ്യങ്ങൾ പലതവണ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. 9ാം ക്ലാസ്സിലെ ഊർജ്ജതന്ത്രം ഇപ്പോൾ പുസ്തകം മാറുന്നതിന് തൊട്ടു മുമ്പായിട്ട് ഈ വർഷം മുതൽ പുസ്തകങ്ങളിൽ മാറ്റമുണ്ടെന്ന് നമുക്കറിയാം. അതിന് തൊട്ടു മുമ്പുള്ള ടെക്സ്റ്റ് ബുക്കിലെ 9ാം ക്ലാസ്സിലെ ഊർജ്ജതന്ത്രം 2ാം ഭാഗം, 2ാമത്തെ ടെക്സ്റ്റ് ബുക്കിലെ 5ാമത്തെ ചാപ്റ്റർ പ്രവൃത്തി, ഊർജം, പവർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ആ ചാപ്റ്ററിൻ്റെ ആ പാഠത്തിൻ്റെ പ്രാധാന്യം നന്നായിട്ട് മനസ്സിലാക്കുക. ഇതിൽ ചോദ്യം വന്നിരിക്കുന്ന ഭാഗം ഒന്ന് നോക്കി, ആ ഒരു പേജ് അതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തൊന്ന് നോക്കി, ഇതിനകത്ത് 1 മീറ്റർ ഉയരത്തിലുള്ള ചോദ്യം നോക്കി, 1 മീറ്റർ ഉയരത്തിലുള്ള മേശപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന 200 ഗ്രാം മാസുള്ള പുസ്തകത്തിൻ്റെ സ്ഥിതികോർജം എത്രയായിരിക്കുമെന്ന ചോദ്യം. ഇതേ ചോദ്യം തന്നെയാണ് നമ്മുടെ എക്സാമിന് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ പുസ്തകത്തിന് പകരം ബോക്സായി 200 ഗ്രാമിന് പകരം അത് കിലോഗ്രാമിലേക്ക് മാറ്റി 0.2 കിലോഗ്രാം ആക്കി മാറ്റി. 200 ഗ്രാം എന്ന് പറഞ്ഞാൽ 1000 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 0.2 കിലോഗ്രാം ആണ്. ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് മാറ്റാൻ 1000 കൊണ്ട് ഹരിക്കുകയാണെന്ന് നമുക്കറിയാം. അപ്പോൾ 200 ഗ്രാം എന്ന ടെക്സ്റ്റ് ബുക്കിലുള്ള ചോദ്യം മാറിയിട്ട് 0.2 കിലോഗ്രാം എന്നാക്കി മാറ്റി. നമ്മുടെ പണി എളുപ്പമാക്കുക ചെയ്തത്. ചോദ്യത്തിൽ PSC നമ്മുടെ പണി എളുപ്പമാക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് കിലോഗ്രാമിൽ നേരിട്ട് മാസ് എടുക്കാം. എന്നിട്ട് ആ ചോദ്യം ടെക്സ്റ്റ് ബുക്കിൽ നോക്കുക, എങ്ങനെ ആൻസർ ചെയ്തിരിക്കുന്നത് നോക്കൂ. 200 ഗ്രാമിനെ 0.2 കിലോഗ്രാമിലേക്ക് മാറ്റി. കാരണം മാസിൻ്റെ അടിസ്ഥാന അളവ് സ്റ്റാൻഡേർഡ് യൂണിറ്റ് കിലോഗ്രാമാണ്. എന്താണ് നമ്മുടെ സൊല്യൂഷൻ, നമ്മുടെ ആൻസർ എന്താണ്? എങ്ങനെയാണ് നമ്മളിത് ചെയ്യുന്നത്? നമുക്ക് ഉപയോഗിക്കുന്ന സമവാക്യം mgh ആണെന്ന് നമുക്കറിയാം അല്ലേ? എല്ലാവരും ചെയ്തിട്ടുണ്ടാവും. ഇത് നമുക്കിവിടെ ഉപയോഗിക്കേണ്ടത് സ്ഥിതികോർജം, പൊട്ടൻഷ്യൽ എനർജിയുടെ സമവാക്യമായ mgh ആണ്. പൊട്ടൻഷ്യൽ എനർജി അഥവാ സ്ഥിതികോർജം mgh ആണ്. m തന്നിട്ടുണ്ട് 0.2, g 10 എന്നെടുക്കാൻ പറഞ്ഞു. 10 എന്നെടുക്കാൻ പറഞ്ഞില്ല ചോദ്യത്തിലെങ്കിൽ 9.8 എന്നെടുക്കണം. g എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുരുത്വാകർഷണ ത്വരണമാണ്. അപ്പോൾ 10 എന്നെടുക്കാൻ ചോദ്യത്തിൽ പറയുന്നുണ്ട്. 10 ഇൻറ്റു ഹൈറ്റ് എത്രയാണ് പറഞ്ഞിരിക്കുന്ന? സിമ്പിളാണ്, 1 മീറ്റർ. ഇപ്പോൾ 0.2 ഇൻറ്റു 10 2 എന്ന് കിട്ടും. 2 ജൂൾ എന്ന് ഉത്തരം കിട്ടും. ഓപ്ഷൻ സി എല്ലാവരും ശരിയാക്കിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. നോക്കൂ, 2 ജൂൾ എന്ന് പറയുന്ന ആൻസർ അവിടെ കിടക്കുന്നു. ഓക്കെ, ഇതിൻ്റെ തൊട്ട് താഴെയുള്ള ചോദ്യം നോക്കൂ. നമ്മുടെ സെഷൻസ് അറ്റൻഡ് ചെയ്ത സുഹൃത്തുക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ അവർക്കറിയാം ഈ ചോദ്യം നമ്മൾ കൃത്യമായിട്ട് ഈ തൊട്ട് താഴെയുള്ള ചോദ്യം അതേപോലെ എടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ആ ചോദ്യം അല്ലെ, നമ്മൾ വെറുതെ നമ്മളിതെല്ലാം മുമ്പ് പറഞ്ഞതാണ് എന്ന് പറയുന്നതല്ല, അത് തെളിവോടുകൂടെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് എത്രത്തോളം അപഗ്രഥിച്ചാണ് എൻട്രിയുടെ ഓരോ സെഷനിലും നമ്മൾ ചോദ്യങ്ങൾ എടുക്കുന്നത് എന്ന് ബോധ്യപ്പെടുത്താൻ കൂടി വേണ്ടിയാണ്. ആദ്യത്തേത്, നമ്മുടെ റെക്കോർഡഡ് സെഷനിൽ നമ്മൾ പ്രവൃത്തി, ഊർജം, പവർ ഡിസ്കസ് ചെയ്ത അതിൽ തന്നെ നമ്മുടെ ഈ ചോദ്യത്തിലെ സ്ഥിതികോർജവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത വീഡിയോ ആണ്. ബലം പഠിച്ച ശേഷം നമ്മൾ വരുന്ന ഒരു ഏരിയയാണ് ഈ പ്രവൃത്തിയെക്കുറിച്ച് പഠിക്കുക എന്നുള്ളത്. കാരണം പ്രവൃത്തി എന്ന് പറയുന്നത് ബലം പ്രയോഗിച്ച് നടക്കുന്ന ഒരു കാര്യമാണ് ഫിസിക്സ്. മെക്കാനിക്കൽ എനർജിയുടെ 2 വിഭാഗമാണ്, ഗതികോർജവും സ്ഥിതികോർജവും. കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും. ഒരു ഉയരത്തിലിരിക്കുന്ന വസ്തുവിൻ്റെ പൊട്ടൻഷ്യൽ എനർജിയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഭൗമനിരപ്പിൽ നിന്ന് ഒരു ഉയരത്തിലിരിക്കുന്നു. എത്രയാണ് ഉയരം എന്ന് പറയുന്നത്? ആ ഉയരം എന്ന് പറയുന്നത് h ആണ്. വസ്തുവിൻ്റെ മാസ് m ആണ്. ശരിയല്ലേ? ആ വസ്തു താഴേക്ക് വരുമ്പോഴാണ് നമുക്ക് ആ ഊർജ്ജം ഫീൽ ചെയ്യാൻ പറ്റും. നോക്കുമ്പോൾ ഒരു ഊർജ്ജം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇതൊരു ഊർജ്ജം സ്റ്റോർ ആവുന്നത്? ഇതിൽ ഒരു ബലം അനുഭവപ്പെടണ്ടേ? അപ്പോൾ പ്രവൃത്തി നടക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ബലം അനുഭവപ്പെടേണ്ടത്. ആ ബലം ഏതാണ്? ആ വസ്തുവിൽ അനുഭവപ്പെടുന്ന ബലം ഗുരുത്വാകർഷണ ബലമാണ്. ആ ഗുരുത്വാകർഷണ ബലം എങ്ങോട്ടാണ് അനുഭവപ്പെടുന്നത്? താഴോട്ടാണ്. ആ ഗുരുത്വാകർഷണ ബലം അനുഭവപ്പെടുന്നത് ഗുരുത്വാകർഷണ ത്വരണത്തിന് വിധേയമായിട്ടാണ്. ആ ഗുരുത്വാകർഷണ ത്വരണമാണ് ഇവിടെ നമ്മുടെ ഇക്വേഷനിലുള്ളത്. സാധാരണ നമ്മൾ എത്ര എടുക്കുന്നത്? 9.8 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ എന്ന ജിയുടെ വാല്യൂ എടുക്കും. ശരിയല്ലേ? ആ ജി അവിടെ വന്നിട്ടുണ്ട്. രണ്ടാമത്തേത്, നമ്മുടെ റിവിഷനിൽ നമ്മൾ ഇതേ ടോപ്പിക്ക് ക്വസ്റ്റ്യൻ സഹിതം ഡിസ്കസ് ചെയ്ത വീഡിയോ. നമസ്കാരം, എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഫിസിക്സിലെ മറ്റൊരു റിവിഷൻ സെഷനിലേക്ക് സ്വാഗതം. ഇതേ മേശം 3 മീറ്റർ ഉയർത്തുകയാണെങ്കിൽ ഗുരുത്വാകർഷണത്തിനെതിരെ ബലം ചെയ്ത പ്രവൃത്തിയുടെ അളവ് എത്രയായിരിക്കുമെന്ന് രണ്ടാമത്തെ ചോദ്യമുണ്ട്. 40 കിലോഗ്രാം മാസുള്ള വസ്തു തറയിൽ നിന്ന് 5 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു. വസ്തുവിൻ്റെ സ്ഥിതികോർജ്ജം എത്ര എന്ന ആദ്യത്തെ ചോദ്യം. വസ്തു മുകളിൽ നിന്ന് പകുതി ദൂരം താഴേക്ക് സഞ്ചരിച്ചാൽ വസ്തുവിൻ്റെ ഗതികോർജ്ജം എത്ര എന്ന രണ്ടാമത്തെ ചോദ്യം. 2 കിലോഗ്രാം മാസുള്ള ഒരു കല്ലിനെ തറയിൽ നിന്ന് 3 മീറ്റർ/സെക്കൻഡ് വേഗത്തിൽ മുകളിലേക്ക് എറിഞ്ഞു. ഇത് ഏറ്റവും മുകളിൽ എത്തുമ്പോഴുള്ള സ്ഥിതികോർജ്ജം കണക്കാക്കുക എന്നാണ് ചോദ്യം. അപ്പോൾ വീഡിയോസ് കണ്ടല്ലോ. ഈ വീഡിയോസ് കാണിച്ചത്
തീർച്ചയായിട്ടും നമ്മൾ എത്രത്തോളം റിസർച്ച് ചെയ്താണ് ഓരോ ക്വസ്റ്റ്യനും ഓരോ റിവിഷനും അതിനുശേഷമുള്ള ഓരോ ഘട്ടത്തിലും അത് ലൈവ് സെഷൻ ആയാലും ഒക്കെ എത്രത്തോളം റിസർച്ച് ചെയ്താണ് നമ്മൾ ഈ ടോപ്പിക്കിനെ സമീപിക്കുന്നത് എന്ന് ഒന്ന് ബോധ്യപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ആദ്യത്തെ ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചോദ്യം വന്നിരിക്കുന്നത് പറഞ്ഞു പ്രവൃത്തി ഊർജം പവർ എന്ന് പറയുന്ന ഏരിയയിൽ നിന്നാണ്. പ്രവൃത്തിയുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് പ്രവൃത്തി, എങ്ങനെ നടന്നാലാണ് ഒരു പ്രവൃത്തി എന്ന് പറയുക ഫിസിക്സിൽ എന്നൊക്കെയുള്ള ഒരു ഭാഗം. ഒരു ബലം പ്രയോഗിച്ച ബലത്തിൻ്റെതായ ദിശയിൽ ഒരു സ്ഥാനാന്തരം ഉണ്ടായാലാണ് പ്രവൃത്തി നടന്നു എന്ന് പറയുക എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പ്രവൃത്തിയുടെ അടിസ്ഥാന സമവാക്യം ബലം ഇൻറ്റു സ്ഥാനാന്തരം, ആ ബലം ഇൻറ്റു സ്ഥാനാന്തരം അതിൻ്റെ യൂണിറ്റ് ജൂളാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആ ഭാഗമൊക്കെ ഒന്നുകൂടെ പരിശോധിക്കുക. 2 തരം ഊർജങ്ങളാണ്. യാന്ത്രികോർജത്തിൻ്റെ 2 വിഭാഗങ്ങളാണ്, ഗതികോർജവും സ്ഥിതികോർജവും. അതിൽ ഗതികോർജത്തിൽ നിന്ന്, ഇപ്പോൾ സ്ഥിതികോർജത്തിൽ നിന്നാണ് ചോദ്യം വന്നത് ഇത്തവണ, അപ്പോൾ അടുത്തത് ചിലപ്പോൾ ഗതികോർജത്തിൽ നിന്ന് വരാം. ഗതികോർജത്തിൻ്റെ സമവാക്യം എന്ന് പറയുന്നത് ജനറൽ ആയിട്ടുള്ള സമവാക്യം ½ എന്ന് പറയുന്ന സമവാക്യം. അര mv², m മാസാണ്, v പ്രവേഗമാണ്. ഇങ്ങനെ ഒരു സമവാക്യം ഇതൊക്കെ ഓർമ്മയുണ്ടാവും. ഇവിടെയും ഊർജത്തിൻ്റെ യൂണിറ്റ് ജൂളാണ്. സ്ഥിതികോർജമാണ് നമുക്കിപ്പോൾ ചോദ്യം വന്നത്. സ്ഥിതികോർജത്തിൻ്റെ സമവാക്യം mgh, m എന്ന് പറഞ്ഞാൽ മാസാണ്, g എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്വരണമാണ്, h എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉയരമാണ്. ഉയരത്തിലിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ ഊർജ്ജമാണ് സ്ഥിതികോർജം, സ്ഥാനം കൊണ്ട് ലഭിക്കുന്ന ഊർജ്ജമാണ് സ്ഥിതികോർജം എന്നൊക്കെ നമുക്കറിയാം. ഇവിടെ കുറച്ച് ഒരു അനുബന്ധ വിവരങ്ങൾ കൂടെ പങ്കുവയ്ക്കട്ടെ. നമുക്ക് വരുന്ന ചോദ്യം കുറച്ചുകൂടെ വിശദമായിട്ടുള്ള, കുറച്ചും കൂടെ ബുദ്ധിമുട്ടുള്ള ഒരു ചോദ്യമാണെങ്കിൽ അതിനെ നമ്മൾ എങ്ങനെ നേരിടാം. അപ്പോൾ നേരിട്ട് ഉള്ളൊരു ചോദ്യമാണ് ഇപ്പോൾ വന്നത്. mgh എന്ന് പറയുന്ന സമവാക്യം നമുക്ക് ഉപയോഗിക്കാം സ്ഥിതികോർജത്തിൽ, mgh. ഇതിന് പകരം ഏതെങ്കിലും ഒരു വസ്തു ഒരു ഉയരത്തിലിരിക്കുന്നു, അവിടെ നിന്ന് മറ്റൊരു ഉയരത്തിലേക്ക് അതിനെ ഉയർത്തി വയ്ക്കാൻ വേണ്ട ഊർജ്ജം എത്ര എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു വസ്തു ഇരിക്കുന്നത് 5 മീറ്റർ ഉയരത്തിലാണ്, അതിനെ 10 മീറ്റർ ഉയരത്തിലേക്ക് എടുത്തു വയ്ക്കാൻ വേണ്ട ഊർജ്ജം എത്ര എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ഇവിടെ ഓൾറെഡി ഇതിനൊരു ഉയരമുണ്ട്, അപ്പോൾ അതിനൊരു സ്ഥിതികോർജം ഉണ്ടാവും. ആ സ്ഥിതികോർജം നമുക്ക് സ്ഥിതികോർജം 1 എന്ന് രേഖപ്പെടുത്താം. പിന്നെ അതിനെ ഒരു കുറച്ചുകൂടെ ഉയരത്തിലേക്ക് കൊണ്ടുപോയാൽ അതിന് കുറച്ചുകൂടെ ഉയരം കിട്ടി, അപ്പോൾ സ്ഥിതികോർജം ഉയരും. ആ രണ്ടാമത്തെ സ്ഥിതികോർജത്തെ സ്ഥിതികോർജം 2 എന്ന് രേഖപ്പെടുത്താം. രണ്ടാമത്തെ സ്ഥിതികോർജത്തിൽ നിന്ന് ഒന്നാമത്തെ സ്ഥിതികോർജം കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഈ താഴെ നിന്ന് ആദ്യത്തെ ഉയരത്തിൽ നിന്ന് രണ്ടാമത്തെ ഉയരത്തിലേക്ക് ഈ വസ്തു എടുത്തു വെച്ചപ്പോൾ അതിനു വേണ്ടി വന്ന ഊർജം. കാര്യം മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യത്തിൽ ഇപ്പോൾ ഇവിടെ ഒരു 2 കിലോഗ്രാം മാസുള്ള വസ്തുവാണ്. 2 കിലോഗ്രാം മാസുള്ള വസ്തു 5 മീറ്റർ ഉയരത്തിൽ നിന്ന് 10 മീറ്റർ ഉയരത്തിലേക്ക് എടുത്തു വെച്ചാൽ 5 മീറ്റർ ഉയരത്തിലിരിക്കുന്ന സമയത്ത് അതിൻ്റെ സ്ഥിതികോർജം നമുക്ക് U1 എന്ന് എഴുതാം. അവിടെ നമുക്ക് mgh എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ മാസ് 2 g എന്ന് പറയുന്നത് എത്ര, 10 എന്ന് എടുക്കാം. നമുക്ക് 9.8 ആണ്. മിക്കവാറും അത് 10 എടുത്തിട്ട് നമുക്ക് ചെയ്യാം. ചോദ്യത്തിൽ അങ്ങനെ തരാൻ സാധ്യതയുണ്ട്. തന്നില്ലെങ്കിൽ 9.8 എടുക്കുക. ഹൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ 5 മീറ്റർ ആണ്. അപ്പോൾ 2 × 10 × 5. ഇതിനെ നമ്മൾ 10 മീറ്റർ ഉയരത്തിലേക്ക് എടുത്ത് വയ്ക്കുമ്പോൾ അത് മാറിയിട്ട് 2 × 10 × 5 മീറ്റർ എന്നുള്ളതിന് പകരം 10 മീറ്റർ എന്നാവും. അപ്പോൾ 2 × 10 × 10 എന്നായിട്ട് മാറും. അപ്പോൾ ഇവിടെ നമുക്ക് U2 കിട്ടും. ശരിയല്ലേ? U2വിൽ നിന്ന് U1 കുറച്ചാൽ കിട്ടുന്നതാണ് ഇവിടെ ഈ 5 മീറ്ററിൽ നിന്ന് 10 മീറ്ററിലേക്ക് എടുത്ത് വയ്ക്കാൻ വേണ്ടി വന്ന ഊർജ്ജം. അപ്പം അത്രയേ ഉള്ളൂ. ഇത് പൊട്ടൻഷ്യൽ എനർജി അഥവാ സ്ഥിതികോർജത്തെ സംബന്ധിച്ച്. ഇത് തന്നെ ഗതികോർജവുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു ചോദ്യം വരാം. ഗതികോർജവുമായിട്ട് ബന്ധപ്പെട്ടെന്ന് പറയുമ്പോൾ ഒരു വസ്തു m മാസുള്ള ഒരു വസ്തു ഒരു പ്രവേഗത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 20 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് പിന്നീട് എന്ത് ചെയ്തു? 40 മീറ്റർ പെർ സെക്കൻഡിലേക്ക് പ്രവേഗം ഉയർത്തി. ഇതിന് വേണ്ടി വന്ന ഊർജ്ജം എത്ര എന്ന് ചോദിക്കാം. ഇപ്പോൾ 20-ൽ നിന്ന് 40 മീറ്റർ പെർ സെക്കൻഡിലേക്ക് പ്രവേഗം ഉയർത്താൻ വേണ്ടി വന്ന ഊർജ്ജം. അപ്പോൾ നമ്മൾ ഇതേ ഐഡിയ ഉപയോഗിക്കുക. നമ്മളിങ്ങനെ ചിന്തിക്കുക, ആ ചലനത്തിൻ്റെ ഒരു ഘട്ടത്തിൽ വെലോസിറ്റി എന്ന് പറയുന്നത്, പ്രവേഗം എന്ന് പറയുന്നത് u എന്ന് എടുക്കുക നമുക്കല്ലേ. പ്രവേഗം എന്ന് പറയുന്നത് എത്രയായിരുന്നു? 20 മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു. മറ്റൊരു ഘട്ടത്തിൽ, രണ്ടാമത്തെ ഘട്ടത്തിൽ u മാറി v ആയി, അല്ലെ. അന്ത്യപ്രവേഗം എത്രയായി? 40 ആയി. അപ്പോൾ ആദ്യത്തെ ഘട്ടത്തിൽ നമ്മൾ കൈനറ്റിക് എനർജി കാണുമ്പോൾ അവിടെ സമവാക്യം ½ mv² വരെ mu² എന്ന് എഴുതാം, അവിടെ u ആയതുകൊണ്ട്. രണ്ടാമത്തെ ഘട്ടത്തിൽ ½ mv². ഈ രണ്ടും കാണുക, ½ mu² കാണുക, mv² കാണുക. എന്നിട്ട് രണ്ടാമത്തതിൽ നിന്ന് ആദ്യത്തേത് കുറയ്ക്കുക. ½ mv² നിന്ന് ½ mu² കുറയ്ക്കുക. രണ്ടാമത്തെ കൈനറ്റിക് എനർജിയിൽ നിന്ന് ഒന്നാമത്തെ കൈനറ്റിക് എനർജി കുറയ്ക്കുക. അപ്പോൾ നമുക്ക് 20-ൽ നിന്ന് 40-ലേക്ക് ഉയർത്താൻ വേണ്ടി വന്ന ഊർജ്ജം എത്ര എന്ന് കിട്ടും. ചോദ്യത്തിൻ്റെ പാറ്റേൺ മനസ്സിലായോ? ഇതൊരു അടുത്ത സ്റ്റെപ്പ് ചോദ്യമാണ്.
അടുത്ത ലെവൽ ഓഫ് ഡിഫിക്കൽട്ടി വരുന്ന ചോദ്യമാണ്. അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക. ഒരു ഉയരത്തിൽ നിന്ന് മറ്റൊരു ഉയരത്തിലേക്ക് എടുത്തു വയ്ക്കാൻ വേണ്ടി വരുന്ന ഊർജം ചോദിച്ചാൽ മുകളിലെ ഊർജത്തിൽ നിന്ന് താഴെയുള്ള ഊർജം കുറയ്ക്കുക. ഉയരത്തിലേക്ക് എന്ന് പറയുമ്പോൾ ഏത് ഊർജ്ജമാണ്? സ്ഥിതികോർജ്ജമാണെന്ന് ആലോചിക്കുക. ഒരു വാഹനം അല്ലെങ്കിൽ ഒരു വസ്തു ഒരു വേഗതയിൽ പോകുമ്പോൾ മറ്റൊരു വേഗതയിലേക്ക് മാറ്റുന്നു എന്ന് പറഞ്ഞാൽ അത് ഏത് ഊർജ്ജമാണ്? ഗതികോർജ്ജമാണ്. ഇപ്പോൾ രണ്ടാമത്തെ ഗതികോർജ്ജം കണ്ട് ആദ്യത്തെ ഗതികോർജ്ജം അതിൽ നിന്ന് കുറച്ചാൽ ആ മാറ്റാൻ വേണ്ട ഊർജ്ജം കണ്ടുപിടിക്കാൻ പറ്റും. കാര്യം മനസ്സിലായോ? അതേപോലെ ഗതികോർജ്ജവുമായി ബന്ധപ്പെട്ട് ഒരു സമവാക്യം ½ mv² ആണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യം വരാം. മറ്റൊരു സമവാക്യമുണ്ട് ഗതികോർജ്ജത്തിന്, ½ p²/m എന്ന് പറയുന്ന ഒരു സമവാക്യമുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടും ചോദ്യം വരാം. ഈ p²/mൽ p എന്താണ്? മൊമെൻറ്റം, ആക്കം. അപ്പോൾ ആക്കം തന്നിട്ട് ഗതികോർജ്ജം ചോദിച്ചാൽ ഉപയോഗിക്കേണ്ടത് ഏതാണ്? ½ p²/m ഈ സമവാക്യമാണ്. ആക്കവും മാസും തന്നിട്ട്, വസ്തുവിൻ്റെ മാസും വസ്തുവിൻ്റെ ആക്കവും തന്നാൽ ½ p²/m ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇതുകൂടെ അഡീഷണലി ഇതിൻ്റെ കൂടെ അറിഞ്ഞിരിക്കുക. അപ്പോൾ നമുക്ക് പ്രവൃത്തി, ഊർജം, പിന്നെയുള്ളത് പവറാണ്. വർക്ക് ചെയ്യാൻ വേണ്ട കഴിവിനെയാണ്. വർക്ക് ചെയ്യാൻ ഒരു കൃത്യസമയത്ത് നിശ്ചിത സമയത്ത് എത്ര വർക്ക് ചെയ്യുന്നു എന്ന അളവിനെയാണ് എന്തെന്ന് പറയുന്നത്? പവർ എന്ന് പറയുന്നത്. വർക്ക് ബൈ ടൈം അതിനെയാണ് എന്ത് പറയുന്നത്? പവർ എന്ന് പറയുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാം. ഇതാണ് ആദ്യത്തെ ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുമ്പോൾ നോക്കൂ, എത്രയോ തവണ പറഞ്ഞ് നമ്മൾ ആവർത്തിച്ച് പറഞ്ഞ് മടുത്ത ഒരു ചോദ്യമാണ് അപവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട്. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏത് എന്ന ചോദ്യം. പ്രകാശ പ്രതിഭാസങ്ങൾ പറയുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് പറയാറുണ്ട്, ഇതിൻ്റെ അപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യം വരും. അപവർത്തനം മൂലം എന്തൊക്കെ സംഭവിക്കുന്നു പ്രകൃതിയിൽ? അപവർത്തനം മൂലം എന്തൊക്കെ ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നു? പൂർണ്ണാന്തര പ്രതിപതനം മൂലം എന്തൊക്കെ വസ്തുക്കൾ പ്രവർത്തിക്കുന്നു? ഇതൊക്കെ ഇതിൽ നിന്നൊക്കെ ചോദ്യം വരുമെന്ന് കൃത്യമായി എണ്ണി നമ്മൾ പറഞ്ഞിട്ടാണ് ഓരോ സെഷനും നമ്മൾ എടുത്തിട്ടുള്ളത്. ഇവിടെ നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണം അപവർത്തനമാണ് എന്നുള്ളത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അന്തരീക്ഷ അപവർത്തനം, അറ്റ്മോസ്ഫറിക് റിഫ്രാക്ഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയും. അതാണ് ശരി ഉത്തരം. അപ്പോൾ അപവർത്തനം ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഏതെടുക്കും? അപവർത്തനം എന്നുള്ള ഉത്തരം തിരഞ്ഞെടുക്കും, ഓപ്ഷൻ ഡി. ഇത് എവിടെ നിന്ന് വന്നു? 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക്. 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് 2ാം ഭാഗം 5ാമത്തെ ചാപ്റ്റർ, പ്രകാശത്തിൻ്റെ അപവർത്തനം. ലൈവ് ക്ലാസ്സിലൊക്കെ നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് അതുപോലെ ഡിസ്കസ് ചെയ്തത് ഈ ചോദ്യങ്ങളൊക്കെ. നോക്കൂ, ആ കൃത്യമായിട്ട് ആ ചോദ്യം വന്നിരിക്കുന്ന ഏരിയ നോക്കൂ. അതിൽ അവസാനത്തെ പേജാണ്, ആ ചാപ്റ്ററിൻ്റെ അവസാനത്തെ പേജാണ്, 126ാമത്തെ പേജിൽ. അതിൽ കൃത്യമായിട്ട് അന്തരീക്ഷ അപവർത്തനം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഒരു ഉദാഹരണം, ഒരു എക്സ്പെരിമെൻ്റ് സഹിതം, ഒരു പരീക്ഷണ സഹിതം പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ദൂരെയുള്ള നക്ഷത്രത്തിൽ നിന്ന് അന്തരീക്ഷത്തിലൂടെ കടന്ന് നമ്മുടെ കണ്ണിലെത്തുന്ന സമയത്ത് അന്തരീക്ഷത്തിലെ വിവിധ പാളികൾ കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന അപവർത്തനം, ആ അപവർത്തനം മൂലമാണ് നമ്മുടെ കണ്ണിലേക്ക് എത്തുമ്പോൾ നമുക്ക് നക്ഷത്രത്തിൻ്റെ പ്രകാശം കാണാം, കാണില്ല, കാണും, കാണില്ല, ഇങ്ങനെ വരുമ്പോഴാണ് നമുക്ക് മിന്നിത്തിളങ്ങുന്ന അവസ്ഥയിൽ വരുന്നത്. അതിനെക്കുറിച്ച് കൃത്യമായിട്ട് ആ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഭാഗം എടുത്തുകൊണ്ട് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പ്രകാശ പ്രതിഭാസങ്ങൾ, അപവർത്തനം മാത്രമല്ല പ്രകാശ പ്രതിഭാസങ്ങൾ എല്ലാത്തിനെയും സംബന്ധിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ ഡിസ്കസ് ചെയ്തതിൻ്റെ നമ്മൾ റിവിഷനിൽ ഏറ്റവും അവസാനത്തെ റിവിഷൻ സെഷനിൽ അതിനെക്കുറിച്ച് പറഞ്ഞതിന് റിവിഷനിലും അതേപോലെ എക്സാമിന് തൊട്ടു മുന്നോടിയായിട്ട് തന്ന അവസാനഘട്ട ബ്ലൂ പ്രിൻ്റ് റിവിഷനിലും നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞത് എന്താണെന്ന് നമുക്ക് വെറുതെ ഒന്ന് കേട്ടു നോക്കാം. നമ്മൾ ഡിസ്കസ് ചെയ്തത് നിങ്ങളുടെ മുൻപിൽ തെളിവിനായിട്ട് തന്നെ സമർപ്പിക്കുകയാണ്. ഇന്ന് നമ്മൾ പ്രകാശത്തിൻ്റെ പ്രത്യേകമായിട്ട് പരിശോധിക്കാൻ പോകുന്നത് പ്രകാശ പ്രതിഭാസങ്ങളുമായിട്ട് ബന്ധപ്പെട്ട മുൻവർഷ ചോദ്യങ്ങളും SCERT ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങളുമൊക്കെയാണ്. പ്രകാശത്തിൻ്റെ പ്രതിഭാസങ്ങൾ എന്ന് പറയുമ്പോൾ പ്രകൃതിയിൽ പ്രകാശം പല അത്ഭുതങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, പല വിസ്മയകരമായ കാഴ്ചകൾ ഉണ്ടാക്കുന്നുണ്ട്. കാഴ്ചകളെക്കുറിച്ചൊക്കെ, മഴവില്ലടക്കമുള്ള കാഴ്ചകളെക്കുറിച്ചൊക്കെ നമ്മൾ വിശദമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ആ കാഴ്ചകൾക്ക് കാരണമായ പ്രതിഭാസങ്ങൾ അപവർത്തനം, പ്രതിപതനം, പൂർണ്ണാന്തര പ്രതിപതനം, വിസരണം, പ്രകീർണനം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ച ആ കാര്യങ്ങൾ, അതൊരു സെറ്റായിട്ട് അവയുടെ അപ്ലിക്കേഷൻസ് അടക്കം, ഓരോന്നിൻ്റെയും അപ്ലിക്കേഷൻസ് അടക്കം വിശദമായിട്ട് പഠിച്ചു വയ്ക്കുന്നതാണ് രണ്ടാമത്തെ ഘട്ടം. ഈ അപവർത്തനം എന്ന് പറഞ്ഞാൽ പ്രകാശത്തിൻ്റെ പാതാ വ്യതിയാനത്തെ പറയുന്ന പേരാണ് അപവർത്തനം. നമ്മൾ വിശദമായിട്ട് പഠിച്ചിട്ടുള്ളതാണ്. അപവർത്തനം എന്ന് പറഞ്ഞാൽ പ്രകാശത്തിൻ്റെ പാതാ വ്യതിയാനമാണ്. ഒരു ചോദ്യം നോക്കൂ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളെയാണ് കൂടുതലും നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ പ്രകാശത്തിന് മുന്നിലേക്ക് വെച്ചത് നമ്മൾ ഈ ഭാഗങ്ങൾ ഡിസ്കസ് ചെയ്തതായിട്ട് കാണിക്കാൻ തന്നെയാണ്.
പ്രകാശത്തിൻ്റെ പ്രതിഭാസങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ അനുബന്ധ വിവരങ്ങൾ ഒന്ന് വളരെ പെട്ടെന്ന് പറഞ്ഞു പോവാം. ഇനി പരീക്ഷ എഴുതുന്ന ആളുകൾക്ക് വേണ്ടി ഇപ്പോൾ പരീക്ഷ എഴുതിയവർ ഉറപ്പായിട്ടും അത് ശരിയാക്കിയിട്ടുണ്ടാവും എന്ന് തന്നെയാണ് വിശ്വാസം. കമൻറ്റ് ബോക്സിൽ ശരിയാക്കിയിട്ടുള്ള ആളുകൾ അവരുടെ സന്തോഷം അറിയിച്ചു കഴിഞ്ഞാൽ നമുക്കും വളരെ സന്തോഷം. പ്രകാശ പ്രതിഭാസങ്ങൾ ഈ കാണുന്ന ഇത്രയും പ്രതിഭാസങ്ങൾ, ആ പ്രതിഭാസങ്ങൾ വ്യക്തമായിട്ട് എന്താണെന്ന് പഠിക്കുക, അതുമൂലമുണ്ടാകുന്ന അത്ഭുതങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിക്കുക. പ്രകാശത്തിൻ്റെ പ്രതിപതനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകാശം തട്ടിത്തിരിച്ചു വരുന്ന പരിപാടിയാണ്. കണ്ണാടികൾ, ദർപ്പണങ്ങൾ, കോൺവെക്സ് ദർപ്പണം, കോൺകേവ് ദർപ്പണം ഒക്കെ പ്രവർത്തിക്കുന്നത് പ്രതിപതനം ഉപയോഗിച്ചാണ്. പ്രകാശം തട്ടിത്തിരിച്ചു വരിക. അവിടെ ഒരു പ്രതിപതന നിയമമുണ്ട്. എന്താ? പ്രതിപതന കോണും പതനകോണും തുല്യമായിരിക്കുമെന്ന് പറയുന്ന പ്രതിപതന നിയമം. ഇതൊക്കെയാണ് അവിടെ പഠിക്കാനുള്ളത്. അപവർത്തനമാണ് ഇക്കൂട്ടത്തിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇക്കൂട്ടത്തിൽ അപവർത്തനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രകാശത്തിൻ്റെ പ്രതിഭാസം. കാരണം മറ്റ് പലതിനും കാരണം അപവർത്തനമാണ്. തൊട്ട് താഴെയുള്ള എല്ലാ പ്രതിഭാസത്തിനും ഒരു കാരണം അപവർത്തനമാണ്. പ്രകാശത്തിൻ്റെ പാത വളയുന്നതാണ് കാരണം. ഈ പ്രകാശത്തിൻ്റെ പാത വളയുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ അപ്ലിക്കേഷൻ ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്? ഒന്ന്, ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ നക്ഷത്രങ്ങൾ മിന്നുന്നത്, നമ്മുടെ ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ എഫക്റ്റ്, നക്ഷത്രങ്ങൾ കണ്ണടയ്ക്കുന്നതായിട്ട് തോന്നുന്ന എഫക്റ്റ് ഒന്ന്. വെള്ളത്തിലേക്ക് നോക്കുമ്പോൾ വെള്ളത്തിലുള്ള വസ്തുക്കളുടെ യഥാർത്ഥ സ്ഥാനമല്ല നമ്മൾ കാണുന്നത്, അവ കുറച്ചുകൂടെ ഉയർന്നു കാണുന്നതായിട്ട് തോന്നുന്നത് പ്രകാശ അപവർത്തനം മൂലമാണ്. വെള്ളത്തിലിരിക്കുന്ന വസ്തുക്കൾ, സ്കെയിൽ പോലെയുള്ള വസ്തുക്കൾ ഒരു ഗ്ലാസ്സിലെ വെള്ളത്തിൽ വെച്ചാൽ വളഞ്ഞു കാണുന്നത് അപവർത്തനം മൂലമാണ്. അപ്പോൾ ഇതൊക്കെ അപവർത്തനത്തിൻ്റെ ഭാഗത്തു നിന്ന് വരാവുന്ന ചോദ്യങ്ങളാണ്. അതേപോലെ പിന്നെ ഒരെണ്ണമാണ് പൂർണ്ണ ആന്തര പ്രതിപതനം. ഇതിലാണ് മുമ്പ് ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. പൂർണ്ണ ആന്തര പ്രതിപതനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, വജ്രത്തിന്റെ തിളക്കത്തിന് കാരണം, ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിൽ ഉപയോഗിക്കുന്ന പ്രകാശത്തിന്റെ പ്രതിഭാസം പൂർണ്ണ ആന്തര പ്രതിപതനം. അതേപോലെ മരീചികയ്ക്ക് കാരണമാവുന്നത് പൂർണ്ണ ആന്തര പ്രതിപതനം. അവിടെ ഒരു അഡീഷൻ കൂടെ നമ്മൾ നടത്തുന്നു. മരീചിക പറയുമ്പോൾ മരീചികയ്ക്ക് കാരണം അപവർത്തനവും ഉണ്ട്, പൂർണ്ണ ആന്തര പ്രതിപതനവും ഉണ്ട്. അപ്പോൾ എക്സാക്റ്റ് ഒറ്റ ഓപ്ഷൻ ആയിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ ഏതെടുക്കുക? അപ്പോൾ പൂർണ്ണ ആന്തര പ്രതിപതനം എടുക്കുക. എന്നാൽ ഓപ്ഷനിൽ രണ്ടെണ്ണം തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ നമുക്കുണ്ടെങ്കിൽ, രണ്ടെണ്ണം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ എയും ബിയും എന്നൊക്കെ പറഞ്ഞ ഓപ്ഷനിൽ വരുന്നുണ്ടെങ്കിൽ അപവർത്തനവും എടുക്കാം, പൂർണ്ണാന്തര പ്രതിപതനവും എടുക്കാം, മരീചികയ്ക്ക് കാരണമായിട്ട് എടുക്കാം. ഇതൊക്കെ അപ്പോൾ പ്രകാശത്തിൻ്റെ പാതാവ്യതിയാനം, അപവർത്തനം, പ്രകാശം ഒരു മാധ്യമത്തിനകത്ത് തന്നെ തട്ടി തിരിച്ചു വരുന്നതിന് പൂർണ്ണാന്തര പ്രതിപതനം, അതൊക്കെ വിശദമായിട്ട് നമ്മൾ പലതവണ ഡിസ്കസ് ചെയ്തതാണ്. അവിടുന്ന് വരാവുന്ന ചോദ്യങ്ങളാണ് വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. പ്രകീർണനം, മഴവില്ലിന് കാരണം പ്രകീർണനം, ഘടകവർണ്ണങ്ങളായിട്ട് പിരിയുന്നതിന് കാരണം പ്രകീർണനം. ഇപ്പം മഴവില്ലൊക്കെ വിശദമായിട്ട് തന്നെ പഠിച്ചിട്ട് പോവുക. വിസരണം, വിസരണത്തിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണ്? പ്രകാശത്തിലെ ഘടകവർണ്ണങ്ങളിൽ തരംഗദൈർഘ്യം കുറഞ്ഞവരെ തട്ടിച്ചിതറിപ്പോകുന്നതിന്, അന്തരീക്ഷത്തിലെ കണികകളിൽ തട്ടിച്ചിതറിപ്പോകുന്നതിന്, മാധ്യമത്തിലെ കണങ്ങളിൽ തട്ടിച്ചിതറിപ്പോകുന്നതിന് പറയുന്ന പേരാണ് വിസരണം. പലതവണ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. വിസരണം മൂലമാണ് രാവിലെയും വൈകുന്നേരവും ചുവന്ന സൂര്യനെ കാണുന്നത്, ആകാശം നീല നിറത്തിൽ കാണുന്നത്, കടൽ നീല നിറത്തിൽ കാണുന്നത്. ഇതൊക്കെ വിസരണ മൂലമാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓർമ്മയില്ലേ ഇതൊക്കെ? അപ്പോൾ ഇതൊക്കെ ഒന്നുകൂടെ റിഫ്രഷ് ചെയ്തിട്ട് പരീക്ഷയ്ക്ക് പോവുക. അടുത്ത ചോദ്യത്തിലേക്ക്, മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ വരുവാണ്. തിരുവനന്തപുരം LDC ആദ്യഘട്ട പരീക്ഷയിലെ മൂന്നാമത്തെ ചോദ്യം, ഫിസിക്സിലെ മൂന്നാമത്തെ ചോദ്യം നോക്കൂ. ഫാരൻഹീറ്റ് സ്കെയിലിൽ 32 ഡിഗ്രി ഫാരൻഹീറ്റ് താപനിലയ്ക്ക് തുല്യമായ സെൽഷ്യസ് സ്കെയിലിലെ താപനില. സിമ്പിൾ ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ചോദ്യം. താപവും ഊഷ്മാവും അല്ലെങ്കിൽ താപവും താപനിലയും എന്ന് പറയുന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഇത് എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്? ഇതിൻ്റെ സോഴ്സ് പരിശോധിച്ചാൽ ലേറ്റസ്റ്റ് ഇപ്പോൾ തൊട്ട് മുമ്പുണ്ടായിരുന്ന ടെക്സ്റ്റ് ബുക്കിൽ വിശദമായിട്ട് നമുക്കത് കാണാൻ കഴിയില്ല. 7ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു താപ സംവഹനം എന്ന് പറഞ്ഞൊരു ഡിസ്കഷൻ നടക്കുന്നുണ്ട്. അവിടെ ഇതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു പോകുന്നുണ്ട്. പിന്നെ ഇതിന് തൊട്ട് മുൻപുണ്ടായിരുന്ന SCERT ടെക്സ്റ്റ് ബുക്കിൽ, ഇപ്പോൾ ഈ ബുക്ക് മാറുന്നതിന് മുമ്പുള്ള SCERT ടെക്സ്റ്റ് ബുക്കിൽ വിശദമായിട്ട് ഈ ഒരു ഫാരൻഹീറ്റ്, കെൽവിൻ, ഡിഗ്രി സെൽഷ്യസ് കൺവേർഷനൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ കുറച്ചൊരു 5 വർഷം മുമ്പ് 10 വർഷം മുമ്പൊക്കെ പഠിച്ചു വന്ന പഴയ ടെക്സ്റ്റ് ബുക്ക് ഉപയോഗിച്ച ആളുകൾക്ക് നല്ല പരിചയം ഉണ്ടാവും. പിന്നെ ടെക്സ്റ്റ് ബുക്ക് ഏതാണ്, ടെക്സ്റ്റ് ബുക്കിൽ കണ്ടില്ല എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പോലും എൻട്രിയുടെ ക്ലാസ്സുകളിൽ ആവർത്തിച്ച് നമ്മളിത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ ആവർത്തിച്ച് ഡിസ്കസ് ചെയ്തതിൻ്റെ വീഡിയോ വീണ്ടും നമ്മുടെ റെക്കോർഡഡ് സെഷനിലും റിവിഷനിലും ഒക്കെ നമ്മൾ ഇതേ ചോദ്യം, ഇതുപോലെയുള്ള ചോദ്യം എന്നല്ല പറയുന്നത്. 32 ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രി സെൽഷ്യസ് ആണ് എന്ന് കൃത്യമായിട്ട് പറയുന്ന ഡിസ്കഷൻ
താപവും താപനിലയും എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സെഷനാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. താപനില അളക്കാൻ വേണ്ടി സാധാരണയായിട്ട് 3 യൂണിറ്റുകളാണ് ഉപയോഗിക്കുന്നത്. 3 യൂണിറ്റും നമ്മൾ പഠിക്കണം. 100 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ളത് ഫാരൻഹീറ്റ് സ്കെയിലിൽ 212 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. 0 ഡിഗ്രി സെൽഷ്യസ് എങ്ങനെ ഫാരൻഹീറ്റിലേക്ക് മാറ്റാം? ആദ്യത്തെ സ്റ്റെപ്പ്, 0നെ 5 കൊണ്ട് ഹരിച്ചു, 0, 0നെ 9 കൊണ്ട് ഗുണിച്ചു, വീണ്ടും 0, 32 കൂട്ടി 32. ഏറ്റവും അവസാനത്തെ റിവിഷൻ സെഷൻ ഘട്ടത്തിലും നമ്മൾ ഇതേ ചോദ്യം വീണ്ടും ആവർത്തിക്കുകയുണ്ടായി. എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഫിസിക്സിലെ മറ്റൊരു റിവിഷൻ സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ 212 ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന് പറഞ്ഞാൽ 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. 0 ഡിഗ്രി സെൽഷ്യസിന് തുല്യമായ ഫാരൻഹീറ്റ് സ്കെയിലിലെ സംഖ്യ 32 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. ശരിക്കും ഇത് കാണുന്ന ഇതിന് ഉത്തരം കൃത്യമായിട്ട് രേഖപ്പെടുത്തി മാർക്ക് സ്കോർ ചെയ്ത പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കുള്ള സന്തോഷത്തിൻ്റെ ഇരട്ടി സന്തോഷമാണ്. ഇത് ഡിസ്കസ് ചെയ്ത ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഈ ഒരു ടോപ്പിക്ക്, ഈ ചോദ്യം വരും എന്ന് പറഞ്ഞിട്ട് ആ ചോദ്യപേപ്പറിൽ കാണുമ്പോൾ എനിക്കും എൻട്രിയിലെ മറ്റ് അധ്യാപകർക്കുമൊക്കെ ഉണ്ടാവുന്ന സന്തോഷം എന്ന് പറയുന്നത് താപനിലയുമായിട്ട് ബന്ധപ്പെട്ട് താപനില അളക്കാനുള്ള 3 സ്കെയിലുകൾ, ഡിഗ്രി സെൽഷ്യസ്, ഫാരൻഹീറ്റ്, കെൽവിൻ. ഇതിൽ ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മുടെ അറിവിൽ നമുക്ക് അടിസ്ഥാന സ്കെയിലായിട്ട് എടുക്കാൻ പറ്റുന്നത്. ഇതുമായിട്ട് കമ്പയർ ചെയ്ത് മറ്റു രണ്ടും പഠിച്ചു വെച്ചാൽ നമുക്ക് ഓർക്കാൻ പറ്റും. പക്ഷെ താപനിലയുടെ അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത് ഡിഗ്രി സെൽഷ്യസ് അല്ല, കെൽവിനാണ്. കെൽവിൻ സ്കെയിലാണ് താപനിലയുടെ അടിസ്ഥാന സ്കെയിൽ എന്ന് പറയുന്നത്. താപനിലയുടെ സ്റ്റാൻഡേർഡ് യൂണിറ്റ്, SI സിസ്റ്റം യൂണിറ്റ് എന്നൊക്കെ പറയുന്നത് കെൽവിനാണ്. അപ്പോൾ നമ്മൾ സെൽഷ്യസ് സ്കെയിലിൽ ചിന്തിക്കണം. കാരണം നമ്മൾ ചെറിയ ക്ലാസ് മുതലേ വെള്ളം തിളയ്ക്കുന്നത് 100 ഡിഗ്രി, അല്ലെ ഐസ് ആവുന്നത് 0 ഡിഗ്രി എന്നൊക്കെ പറഞ്ഞ് പഠിച്ചു വരുന്നതുകൊണ്ട് നമ്മുടെ മനസ്സിൽ ഫിക്സ് ആയിട്ടുള്ള ഡിഗ്രി സെൽഷ്യസ് സ്കെയിലാണ്. ഈ ഡിഗ്രി സെൽഷ്യസ് സ്കെയിൽ വെച്ചിട്ട് മറ്റ് 2 സ്കെയിലും കമ്പയർ ചെയ്യുക. ഡിഗ്രി സെൽഷ്യസ് കെൽവിനിലേക്ക് മാറ്റാൻ 273.15 കൂട്ടുക. ഡിഗ്രി സെൽഷ്യസ് കെൽവിനിലേക്ക് മാറ്റാൻ 273.15 കൂട്ടുക. നോക്കൂ, ഡിഗ്രി സെൽഷ്യസ് കെൽവിനിലേക്ക് മാറ്റാൻ 273.15 കൂട്ടുക. ഇതാണ് ഡിഗ്രി സെൽഷ്യസും കെൽവിനും തമ്മിൽ. തിരിച്ചു വരാനാണെങ്കിൽ അതേ നമ്പർ കുറയ്ക്കുക. 273.15 കെൽവിനിൽ നിന്ന് കുറച്ചാൽ ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ്. അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ 273.15 കെൽവിനാണ്. ഈ 0.15 ചിലപ്പോൾ ഉണ്ടാവില്ല, 273 റൗണ്ട് ചെയ്തെടുക്കും. ഇപ്പോൾ 0 ഡിഗ്രി സെൽഷ്യസ് 273 കെൽവിൻ, 100 ഡിഗ്രി സെൽഷ്യസ് 373 കെൽവിൻ, ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ താഴേക്ക് വന്നു കഴിഞ്ഞാൽ -273 ഡിഗ്രി സെൽഷ്യസ് ആണ് 0 കെൽവിൻ. അതുകൂടെ ഓർക്കണം. ഇതേ നോക്കൂ, ഈ ഒരു ചാർട്ടിലുള്ള ഈ സംഖ്യകളൊന്ന് പഠിച്ചു പോയാൽ ഇതിൽ നിന്ന് ചോദ്യം വന്ന് നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റും. നോക്കൂ, ഇതിനകത്ത് കിടക്കുന്നുണ്ട് 0 ഡിഗ്രി സെൽഷ്യസ് 32 ഡിഗ്രി ഫാരൻഹീറ്റ് ആണെന്നുള്ളത്. ഇതാണ് ഇത്തവണ എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ നമ്പറുകളൊന്ന് നോക്കിപ്പോയാലും മതി. ഈ കൺവേർഷൻ പഠിച്ചിരുന്നാൽ വളരെ നല്ലതാണ്. എങ്ങനെ ചോദ്യം വന്നാലും നമുക്ക് ഉത്തരം എഴുതാം. അപ്പോൾ കെൽവിൻ ഡിഗ്രി സെൽഷ്യസ് വലിയ പ്രശ്നമില്ല. ഫാരൻഹീറ്റിലാണ് ഇപ്പോഴും പല ആളുകൾക്കും ആവർത്തിച്ച് പല സെഷൻസിൽ നമ്മളിത് ഡിസ്കസ് ചെയ്തിട്ടും ഇപ്പോഴും ഫാരൻഹീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴാണ് ബുദ്ധിമുട്ട്. അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, സമവാക്യം പഠിക്കരുത്, സമവാക്യം കാണാതെ പഠിക്കരുത്, തെറ്റും. പിന്നെ എന്താ ചെയ്യുക? ചെയ്ത് പഠിക്കുക. എന്ത് ചെയ്ത് പഠിക്കുക? 100നെ 212 ആക്കുന്നത് എങ്ങനെയാണെന്ന് പഠിക്കുക. 100 ഡിഗ്രി സെൽഷ്യസ് വെള്ളം തിളയ്ക്കുന്ന താപനില എങ്ങനെയാണ് ഫാരൻഹീറ്റ് സ്കെയിലിൽ 212 ആവുന്നത്? നോക്കൂ, 100 ഡിഗ്രി സെൽഷ്യസ് 212 ആണ്, എങ്ങനെ ആവുന്നു എന്ന് പഠിക്കുക. 100നെ എന്താണ് ചെയ്യുന്നത്? 100നെ ആദ്യം 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, 20 കിട്ടും. 20നെ 9 കൊണ്ട് ഗുണിക്കുന്നു, 180 കിട്ടും. 180ൻ്റെ കൂടെ 32 കൂട്ടുന്നു, 212 കിട്ടും. ഇതാണ് പ്രോസസ്സ്. ഇത് പഠിച്ചാൽ മതി. അപ്പോൾ ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് ഏത് നമ്പറിനെയും ആദ്യം 5 കൊണ്ട് ഹരിക്കുന്നു, 9 കൊണ്ട് ഗുണിക്കുന്നു, കിട്ടുന്ന ഉത്തരത്തെ 32 കൂട്ടുന്നു. ഇതാണ് ചെയ്യേണ്ടത്. അങ്ങനെ 100 212 ആവുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലോർത്താൽ മതി. 100നെ 5 കൊണ്ട് ഹരിച്ചാൽ 20, 9 കൊണ്ട് ഗുണിച്ചാൽ 180, 180ൻ്റെ കൂടെ 32 കൂട്ടിക്കഴിഞ്ഞാൽ 212. തിരിച്ചു വരുമ്പോൾ 212 32 കുറച്ചാൽ 180, അല്ലെ 180നെ 9 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 20, 20നെ 5 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 100. തിരിച്ചു വരുമ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരിക. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഗുണിച്ചത് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഹരിക്കുക. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ കൂട്ടിയത് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ കുറയ്ക്കുക. അത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഈ പ്രോസസ്സ് പഠിച്ചാൽ മതി. അങ്ങനെയാണ് 0 32 ആവുന്നത്.
0 5 കൊണ്ട് ഹരിച്ചപ്പോൾ 0, 9 കൊണ്ട് ഗുണിച്ചപ്പോൾ 0, 32 കൂട്ടിയപ്പോൾ 32. അപ്പോൾ 0 ഡിഗ്രി സെൽഷ്യസ് 32 ഡിഗ്രി ഫാരൻഹീറ്റ്. അങ്ങനെയാണ് കിട്ടുന്നത്. കാര്യം മനസ്സിലായോ? അപ്പോൾ ഇത് പലതവണ ഡിസ്കസ് ചെയ്തത് വീണ്ടും ആവർത്തിച്ച് പറഞ്ഞു എന്ന് മാത്രം. താപം അളക്കാനുള്ള യൂണിറ്റ് ജൂൾ. താപം അളക്കാനുള്ള യൂണിറ്റ് ജൂൾ. താപനില അളക്കാനുള്ള യൂണിറ്റ് കെൽവിൻ അടിസ്ഥാന യൂണിറ്റ് ആണ്. ഡിഗ്രി സെൽഷ്യസും ഉണ്ട്, ഡിഗ്രി ഫാരൻഹീറ്റും ഉണ്ട്. ഈ കെൽവിൻ, ഡിഗ്രി സെൽഷ്യസ്, ഡിഗ്രി ഫാരൻഹീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ ചോദ്യം വരുന്നു. മനസ്സിലായല്ലോ? അപ്പോൾ ആത്മവിശ്വാസത്തോടു കൂടെ പഠിക്കുക. ഒരിക്കൽ കൂടെ എൻട്രിയുടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുള്ള, ഗോൾഡ് ബാച്ച് അടക്കമുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുള്ള സുഹൃത്തുക്കൾ വളരെ നല്ല രീതിയിൽ തന്നെ ആദ്യഘട്ട എക്സാം എഴുതി എന്ന് വിചാരിക്കുന്നു. ഇനി അങ്ങോട്ട് അടുത്ത സെഷൻസിൽ, അടുത്ത ഘട്ടത്തിലെ പരീക്ഷ എഴുതാൻ പോകുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് വളരെ സന്തോഷത്തോടെ, ആത്മവിശ്വാസത്തോടെ തന്നെ പറയട്ടെ, ധൈര്യമായിട്ട് എക്സാമിനെ നേരിടുക. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ് വരിക. നമ്മൾ ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങൾ തന്നെയാണ് വരിക. നമ്മൾ മാജിക് ഒന്നും കാണിക്കുന്നില്ല. നമ്മൾ സ്വന്തമായിട്ട് ചോദ്യം പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമ്മൾ PSCക്ക് കൊടുക്കുന്നില്ല. നമ്മൾ നമ്മുടെ കാലങ്ങളായിട്ട് ചോദ്യപേപ്പറുകൾ കണ്ടുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളും ഒക്കെ വെച്ചാണ്, ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് SCERT ടെക്സ്റ്റ് ബുക്കുകളൊക്കെ റെഫർ ചെയ്താണ് ഒരു ചോദ്യപേപ്പർ ഇടുമ്പോൾ എവിടെ നിന്ന് ചോദ്യം വരും എന്ന് പ്രഡിക്റ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് ആ ചോദ്യം എടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അത് വരുമെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇനിയും ഇത് ആവർത്തിക്കും. ധൈര്യമായിട്ടിരിക്കുക, നല്ല രീതിയിൽ പരീക്ഷ എഴുതുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ഒരിക്കൽ കൂടെ മറ്റൊരു സെഷനിൽ കാണാം. ദിസ് ഇസ് സന്തോഷ് സേതുമാധവൻ സൈനിങ് ഓഫ് ദിസ് ടൈം ഓൺ ബിഹാഫ് ഓഫ് എൻട്രി. താങ്ക് യു വെരി മച്ച്.